കോഴിക്കോട് കുട്ടികളുടെ സംരക്ഷണത്തിനായുള്ള പോക്സോ നിയമം വ്യക്തിവൈരാഗ്യം തീർക്കാൻ ദുരുപയോഗം ചെയ്തതിന്റെ ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു സംഭവം കൂടി പുറത്ത്. അയൽവാസിയായ 10 വയസ്സുകാരിയെ നിരന്തരം ലൈംഗികമായി പീഡിപ്പിച്ചു എന്നാരോപിച്ച് ബാലുശ്ശേരി പോലീസ് രജിസ്റ്റർ ചെയ്ത വ്യാജക്കേസിൽ പ്രതിയാക്കപ്പെട്ട മമ്മദ് എന്ന കുടുംബനാഥനെ കൊയിലാണ്ടി കോടതി കുറ്റക്കാരനല്ലെന്ന് കണ്ട് വെറുതെ വിട്ടു. 2022 മാർച്ച് 31-നാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. കേവലം ഒരു ആരോപണത്തിന്റെ പേരിൽ 82 ദിവസമാണ് നിരപരാധിയായ മമ്മദിനെ ജയിലിൽ കഴിയേണ്ടി വന്നത്. ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയാലും സമൂഹത്തിൽ നിന്നേറ്റ അപമാനം കാരണം സ്വന്തം വീട്ടിലേക്ക് പോകുവാൻ പോലും അദ്ദേഹത്തിന് സാധിച്ചിരുന്നില്ല. നാട്ടുകാരുടെ മുന്നിൽ ഇറങ്ങാൻ സാധിക്കാത്തതിനാൽ ഹെൽമറ്റ് വെച്ച മുഖം മറച്ചാണ് സഞ്ചരിച്ചതെന്നും നാട് വിട്ടു പോകാൻ വരെ ആലോചിച്ചിരുന്നതായും മമ്മദ് വേദനയോടെ വ്യക്തമാക്കി. എന്നാൽ കൊയിലാണ്ടി കോടതിയിൽ നടന്ന വിചാരണയിൽ സത്യം തെളിയുകയായിരുന്നു. പീഡനം നടന്നുവെന്ന് പറയപ്പെടുന്ന സമയത്ത് പെൺകുട്ടി ധരിച്ചിരുന്ന വസ്ത്രങ്ങളിൽ നിന്ന് പുരുഷ ബീജം കണ്ടെത്തുവാൻ കഴിഞ്ഞില്ലെന്ന റിപ്പോർട്ട് കേസിൽ നിർണായകമായി. കുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചിട്ടുണ്ടെന്ന് തെളിയിക്കുവാൻ അന്വേഷണ സംഘത്തിന് സാധിച്ചില്ല. മുത്തശ്ശി എഴുതി കൊടുത്ത പരാതിയിൽ ഒപ്പിടുക മാത്രമാണ് ചെയ്തതെന്ന പെൺകുട്ടിയുടെ മൊഴി വിശ്വാസയോഗ്യമല്ലെന്ന് കണ്ട കോടതി കേസ് തള്ളുകയായിരുന്നു. യാതൊരു അടിസ്ഥാനവുമില്ലാതെ 4 പേർ ചേർന്ന് കെട്ടിച്ചമച്ചതാണ് കേസെന്ന് കോടതിയെ ബോധ്യപ്പെടുത്തുവാൻ സാധിച്ചതായി പ്രതിഭാഗം അഭിഭാഷകൻ പറഞ്ഞു. പെൺകുട്ടിയുടെ വീട്ടുകാരുമായി അടുത്ത ബന്ധമുള്ള ഒരു വനിതാ പോലീസുകാരിയാണ് തനിക്കെതിരായുള്ള ഗൂഢാലോചനയ്ക്ക് പിന്നിലെന്ന് മമ്മദ് ആരോപിക്കുന്നു. കുട്ടികൾക്ക് കവചമാകേണ്ട നിയമങ്ങൾ വ്യക്തിവൈരാഗ്യം തീർക്കുവാൻ ദുരുപയോഗം ചെയ്യുമ്പോൾ അത് നിരപരാധികളുടെ ജീവിതത്തിൽ ദുരന്തമാണ് സൃഷ്ടിക്കുന്നതെന്ന വലിയ പാഠമാണ് ഈ സംഭവം നമുക്ക് നൽകുന്നത്.